ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബേബീസിന് യെല്ലോ ഡ്രസ്സാണ്, യെല്ലോ ആണ് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ബേബീസ് ഇന്ന് യെല്ലോ ഡ്രസ് വിത്ത് യെല്ലോ ടോയ്സ്, യെല്ലോ ഫുഡൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു തീമാണെന്ന് തോന്നുന്നു യെല്ലോ. അവർ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കേറിക്കോ ചേച്ചി, കേറിക്കോ. ഓ, ചേച്ചി യെല്ലോ ആണ്. അപ്പൊ ചേച്ചി ഒരുങ്ങി കിട്ടി യെല്ലോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. സേ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇവിടെ കൈ 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 ചേച്ചി കൈ. ആ ഗുഡ് മോർണിംഗ്. അയ്യോ, അവന്റെ കൈ പോയാ? പറഞ്ഞു ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ജോർജി ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോർജി ഗുഡ് മോർണിംഗ് പറഞ്ഞു. നോന്നു ഒന്ന് രാവിലെ നോന്നു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒരു ചെറിയ വ്ളോഗ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയണേ, ഒരു ദിവസം അവർക്ക് കൊടുത്തിരിക്കുന്ന തീമിൽ അവർ പോവാണ്. അപ്പോ അതെന്താണ് ഏതാന്നുള്ളതൊക്കെ നമുക്ക് വഴി കാണാം. ഓക്കെ, ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മള് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണെന്ന്. ഇന്ന് ഫ്രൈഡേ ആണ്. ജോജിക്കുട്ടാ, ജോജിക്കുട്ട നോ നോ, വിൻഡ് തുറക്കാൻ പാടില്ല, വിൻഡ് തുറക്കാൻ പാടില്ല. ഹലോ, അപ്പൊ നമ്മള് സ്കൂളിന്റെ അടുത്ത് എത്താറായപ്പോ എല്ലാരും കണ്ടോ, എല്ലാരും തോളിലാണ്. സ്കൂളിന്റെ അടുത്ത് എത്തുമ്പോ എല്ലാരും തോളില. കണ്ട ചേച്ചി, സ്കൂൾ എത്തിയോ? ചേച്ചിക്കുട്ടന്റെ സ്കൂൾ എത്തിയോ? പ്ലേ ഗ്രൗണ്ടിലാ പോണത്. ഞങ്ങള് രാവിലെ തന്നെ പോകും കേട്ടാ. ഞങ്ങള് രാവിലെ തന്നെ കളിക്കും. ഹലോ, അപ്പോൾ ബേബീസിനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വരികയാണ്. മാലതി സിൽക്സ് ട്രിപ്പോൺ നമ്മൾ ഞാൻ സാരി നോക്കി. അങ്ങനെയുണ്ട്, കൊള്ളാം കൊള്ളാം. നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ വരെയല്ലേ, കല്യാണ ഫംഗ്ഷൻ അതിന് യൂസ് ചെയ്യാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് തിങ്സ് വാങ്ങിച്ചിട്ട് പോവുകയാണ്. കൊള്ളാം, താങ്ക് യു. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടം സിനിമ ഇപ്പൊ ഹലോ. അപ്പം നമ്മള് ബേബീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്കും മമ്മിയും കറക്റ്റായിട്ട് വന്ന്. അപ്പൊ ഹായ് പറഞ്ഞു. ബേബി ആന്റണി എവിടെ? ആന്റണി ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു കുറുക്ക് കൊടുക്കാറുണ്ട്. അവർ ഭയങ്കര ടയർഡായിരിക്കും ആ സമയമാകുമ്പോൾ. നമ്മൾ കുറുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് അങ്ങനെ എന്നാ പറയണേ, ഇനിയിപ്പോൾ കുക്കി മാംഗോനെ പോയി പിക്ക് ചെയ്യണം. ബിക്കോസ് അവരുടെ ബേതിങ് ഒക്കെ കഴിഞ്ഞ് അവർ ബാക്കിലിത് വണ്ടി വന്നിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യണമായിരിക്കും. അല്ല, അവർ റെഡിയായെന്ന് പറഞ്ഞ് എനിക്ക് കോള് വന്നായിരുന്നു. അപ്പോൾ അത് പോയി അവരെ പിക്ക് ചെയ്യണം. നമ്മുടെ കുക്കി മാംഗോനെ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ നമ്മൾ പർച്ചേസ് ചെയ്തല്ലോ, മാലതി സിൽക്സ് കയറി പർച്ചേസ് ചെയ്തു. എന്തായാലും കൊള്ളാം, നല്ല നല്ല മൊഡാലിൻ്റെ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ജസ്റ്റ് നോക്കി ഒരു 2 സെറ്റ് വാങ്ങിച്ചു. ബേബീസിനും വാങ്ങിച്ചു, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു.
നല്ല കളക്ഷൻസ് ആട്ടോ അവിടെ, എനിക്കിഷ്ടപ്പെട്ടു അവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്, എന്തായാലും എനിക്കിഷ്ടമായി. ഓക്കെ. ഹലോ. ഭയങ്കര എന്താ പറയണ, ഫുഡ് പോയ്സൺ അടിച്ചിട്ട് 3-4 ദിവസം ഞാൻ തീരെ ORS ഒന്നും കഴിക്കാതെ ഡോക്ടറിനെ കാണാതെ ഇരുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ വയറ് അപ്സെറ്റായി. ഞാനൊരു 4-5 ഡേയ്സ് അപ്സെറ്റായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ട്രിപ്പ് കയറ്റാൻ വേണ്ടി വന്നതാണ്. ട്രിപ്പ് കയറുവാണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഡോക്ടർ പറഞ്ഞ് എന്തായാലും മസ്റ്റായിട്ട് മാം റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതും പ്രത്യേകിച്ച് ആ സമയത്ത് തന്നെ നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇത് പറ്റിയത്. ഒരു 4-5 ദിവസം ഞാനത് മൈൻഡ് ചെയ്യാതെ ഇരുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര ടയർഡെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് രാവിലെ എണീറ്റിട്ട് തീരെ വയ്യ. എന്നാലും പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എന്നാലും വന്ന വഴിക്ക് നമ്മൾ മാലതി സിൽക്സിൽ കയറി ഡ്രസ്സൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് പിള്ളേരെയും മമ്മിയെയും ഇറക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ട്രിപ്പ് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഓടി ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇതും കൂടെ ആഡ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്, എന്ന് ഓർമ്മയ്ക്കുണ്ടാവുമല്ലോ. ഹലോ. അങ്ങനെ കുറേ നേരമായി ഗ്ലൂക്കോസ് ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, സിസ്റ്റർ വന്നതാണ്. ഓക്കെ, താങ്ക് യു. സിസ്റ്റർ പറയാൻ സംസാരിച്ചോളാം. നമ്മൾ റൂമിലായിരുന്നു. പിന്നെ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വിളിച്ചപ്പോഴത്തേക്കും എന്തായി പോയിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വക ഒരു കോമഡി ചോദ്യം, ട്രിപ്പ് കയറ്റാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ? ഞാൻ പറഞ്ഞ് ലിപ്സ്റ്റിക്കും കൺവെർഷീവ് ഐ ഷാഡോ ഇടാതെ ഒന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ നമുക്ക് വയറുവേദന ഉണ്ടാകാം, ചിലപ്പോൾ ഡയറി ആയിരിക്കാം, പറ്റുന്നവരെ നമുക്ക് എപ്പോഴും പറ്റുമെന്ന് പറ്റില്ല. പക്ഷെ എന്നാലും നല്ല സൂപ്പറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക്, ഞാൻ പറയും ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫാണ്. അപ്പോൾ അത് കയ്യിൽ നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോയി ഇരിക്കുക. അപ്പോൾ അമ്മയായാലും ഇടയ്ക്ക് ചോദിക്കും, നീ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും ലിപ്സ്റ്റിക്ക് വിടത്തില്ലല്ലേ ഇത്? ഞാൻ പറയും എന്തിനാ, അത് ഫാഷനായിട്ട് ഇരുന്നോട്ടെ, അസുഖം ഒരു സൈഡ്, ലിപ്സ്റ്റിക്ക് ഒരു സൈഡ്, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ചിരിച്ചിട്ട് പറയാം, നീ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ നീ വിത്ത് ലിപ്സ്റ്റിക്കാണല്ലേ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ കിടക്കട്ടെ, ഇതേ കണ്ണിൻ്റെ ഐ ഷാഡോ ഉണ്ടോ, തിളകുന്ന കണ്ടോ, തിളക്കത്തിലാണ് പോയി കിടക്കുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ ഒരു കോമഡി വീഡിയോ കോൾ വഴി പുള്ളി കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് 3-4 പേരില്ല, കുറേ പേര് ഇപ്പോൾ ചോദിച്ചു, മാം ഇടുന്ന മേക്കപ്പ് എന്താണ്, മാം ഇടുന്ന ലിപ്സ്റ്റിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആക്ച്വലി ഞാൻ ഇടുന്ന മേക്കപ്പ് മാക്കിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം പ്രൈമർ അടക്കം എല്ലാം മാക്കിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് മെബലിൻ്റെ ആണ്. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നിട്ടാൽ നാളെ രാവിലെ പോകത്തുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ മറ്റേ ഒരു മേക്കപ്പ് റിമൂവ് ടിഷ്യൂ ഉണ്ടല്ലോ, അത് വെച്ചാണെങ്കിൽ പോകും. ഇല്ലയെന്ന് വെച്ചാൽ ഇത് പോകുന്നത് കോക്കനട്ട് ഓയിൽ, ക്രീം വെച്ചാൽ പോകത്തില്ല. കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ
ക്ലിയർ ആയിട്ട് പോകും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. അതാകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ട്രിപ്പ് കയറുന്ന ഇടയിൽ ഞാനൊന്ന് ചെറിയൊരു കുറച്ച് നേരം സംസാരിച്ച കേട്ടോ. ഇതൊരു ചെറിയ വ്ളോഗൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല, ബിക്കോസ് ഇതിൻ്റെ കൂടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്താലും ചെയ്യും, ചെയ്തില്ലെങ്കിൽ ചെയ്യില്ല. ഓക്കെ. അങ്ങനെ വീട്ടിലെത്തി, ട്രിപ്പെല്ലാം ഇട്ടു, ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടു, അങ്ങനെ സൂപ്പറായിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. എൻ്റെ മാംഗോ കുക്കിനെ ഇന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അവർ കുളിച്ചു, ഹെയർ കട്ടൊക്കെ ചെയ്തു. അവർ സുന്ദരിയായി. മാംഗോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കിയുടെ മോളാണ് മാംഗോ. എൻ്റെ ബ്യൂട്ടിഫുൾ ഡോട്ടറാണ് മാംഗോ. മീങ്കോ 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 മീങ്കോ. മമ്മാസ് ഫേവററ്റ് ആണ് മീങ്കോ. ഇഞ്ചിരി നിനക്ക് എന്നോട് സ്നേഹമില്ലാത്ത, എനിക്ക് എന്നെ സ്നേഹമില്ലാത്ത അമ്മനോട്. ഹെയർ കട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ നിനക്ക് സ്നേഹമില്ലേ? സ്നേഹമില്ലേടി? അമ്മ കുക്കിനൊന്നും ചെയ്ത് കുക്കു. ഓ, അപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ്. ഇത് മാംഗോ ഇവിടെ വാ. മാംഗോ അമ്മ എടുത്ത് വാ, ചാടി വാ, മൂളി വാ 1 2 3 4. ദേ മാംഗോയും വന്ന്. മാംഗോ അമ്മയ്ക്ക് വരുമ്പോൾ തന്നേക്കണ്ട. അവരമ്മയും മോളും എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ വളരെ 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 ഹാപ്പിയാണ്. മോന ഡോണ്ട് ടച്ച്. പിന്നെ ഇവർക്ക് 2 പേർക്ക്, ജോജി ആന്റണിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ കുക്കി എന്ന് പറഞ്ഞാൽ. അതിൽ കുക്കി ഒന്നും ചെയ്യത്തില്ല. മാംഗോ പിന്നെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കും, ഒരുപാട് മുടിയൊക്കെ വലിക്കാൻ തോന്നുന്നത് പേടിപ്പിക്കും. എനിവേ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ബൈ പറഞ്ഞി മാംഗോ. ബൈ.